ആ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ബെവ്കോയുടെ ഔട്ട്ലെറ്റിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ പോകുന്നു. മഞ്ചേരി നഗരത്തിൽ നിലവിൽ സ്ഥിതി ചെയ്യുന്ന ബെവ്കോ ഔട്ട്ലെറ്റ് കോവിലകംകുണ്ട് ജനവാസ മേഖലയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അണിയറ നീക്കങ്ങൾ വളരെയധികം സജീവമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള സമര പരിപാടികളുമായിക്കൊണ്ട് സമരസമിതി രംഗത്ത് വരികയാണ്. ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുള്ള ജനവാസ മേഖലയിലേക്കാണ് ബെവ്കോ ഔട്ട്ലെറ്റിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായിട്ടുള്ളത്. നമ്മളോടൊപ്പം സമരസമിതി ഭാരവാഹികൾ കൂടെയുണ്ട്, അവരോട് ചോദിക്കാം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ജനവാസ മേഖലയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണല്ലോ. എങ്ങനെയെല്ലാമാണ് നിങ്ങളുടെ സമര പരിപാടികൾ? മഞ്ചേരി കോർട്ട് റോഡ് പ്രവർത്തിക്കുന്ന ബെവ്കോയുടെ ഔട്ട്ലെറ്റ് നമുക്കറിയാം, ദീർഘകാലമായി കോർട്ട് റോഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മഞ്ചേരി കോവിലംകുണ്ട് ബൈപ്പാസിൽ കെ സൈതാലിക്കുട്ടി സ്മാരക ബൈപ്പാസിൽ ഏറ്റവും അധികം 500ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്തേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എജു മാളിൻ്റെ മുമ്പിലാണ്. വിദ്യാഭ്യാസ കൺസൾട്ടൻസി നടക്കുന്നതിൻ്റെ മുമ്പിലാണ് ഈ സ്ഥാപനം വരാൻ പോകുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തായി കൊണ്ട് തന്നെ ഒരു അങ്കണവാടി പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രവും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയാണ്. മഞ്ചേരിയിലെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്ന മഞ്ചേരി പൂരം നടക്കുന്നൊരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഇതിന് 100 മീറ്റർ അപ്പുറത്താണ് ആ പൂരം നടക്കുന്ന പ്രദേശവും ക്ഷേത്രവും നിൽക്കുന്നത്. ഇങ്ങനെ ജനവാസ മേഖലയിൽ ഇത്തരത്തിലുള്ള സ്ഥാപനം വന്നു കഴിഞ്ഞാൽ ഒരു പ്രയാസം എന്താ വെച്ചാൽ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം രാവിലെയും രാത്രി ഉൾപ്പെടെ നടക്കുന്നൊരു പ്രദേശമാണ്. മഞ്ചേരിയിലെ പ്രധാനപ്പെട്ട സ്കൂളുകളാണ് മഞ്ചേരി ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ, അതുപോലെ തന്നെ NSS കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പഠിക്കുന്ന കുട്ടികൾ കാൽനടയായി പോകുന്ന സ്ഥലം കൂടിയാണ് ഈ പ്രദേശം. ഇവിടെ ഈ സ്ഥാപനം വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാ ആളുകൾക്കും സ്വൈര്യമായി സഞ്ചരിക്കാൻ വലിയ പ്രയാസമാണ് ഉണ്ടാവുക. ഞങ്ങളുടെ സ്ഥലം ഉടമയോട് വിനീതമായി പറയാനുള്ളത്, നിങ്ങൾ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറണം എന്നതാണ്. ഞങ്ങൾ നിരന്തരമായി ഇത്തരം സ്ഥാപന മേധാവികളോട് സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബിൽഡിംഗ് ഉടമയോട് സംസാരിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾക്ക് ഈ പ്രദേശത്ത് 1000ഓളം വീടുകൾ കയറി ഒപ്പ് ശേഖരിച്ച് പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനൊക്കെ മുന്നോടിയായിട്ട് ഈ വരുന്ന 15-ാം തീയതി ആ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ബെവ്കോയുടെ ഔട്ട്ലെറ്റിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ പോകുന്നു. ഇതൊരു മാർച്ച് മാത്രമല്ല, ഈ ജനങ്ങളുടെ ജീവിക്കാനുള്ള, സ്വൈര്യമായി ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന പ്രവർത്തനമാണ് ബെവ്കോയുടെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്നത്. അതുകൊണ്ട് അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങൾ ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും സമരത്തിന്റെ തയ്യാറെടുപ്പുകളിലാണല്ലോ. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാത്ത ഒരു സമര പോരാട്ടത്തിനല്ലേ ഈ ഒരു സമരസമിതി നേതൃത്വം നൽകാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് വിവിധ രാഷ്ട്രീയ കക്ഷികൾ, ഒരു രാഷ്ട്രീയമില്ലാത്ത ആളുകളും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. മഞ്ചേരിയിലെ എല്ലാ വിഭാഗം രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കന്മാർ ഈ സമരത്തെ പങ്കെടുക്കും. അതുപോലെ തന്നെ സമരസമിതിയിലും തന്നെ എല്ലാ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ആളുകളുണ്ട്. ആ പ്രദേശത്തെ പ്രാദേശിക കക്ഷി നേതാക്കൾ ഉൾപ്പെടെയാണ് ആ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ളത്. പിന്നെ അവിടുത്തെ ക്ലബ്ബ് ഭാരവാഹികളുണ്ട്, അതുപോലെ തന്നെ വായനശാലയുടെ പ്രതിനിധികളുണ്ട്. മറ്റു എല്ലാ ജാതിമത കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വലിയൊരു ജനവിഭാഗത്തിൻ്റെ പിന്തുണ ഇതിനകത്തുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു സ്ഥാപനം അവിടെ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ആ നാട്ടിലുള്ള സ്ത്രീകൾക്കും കുട്ടികളെയും വലിയ രീതിയിൽ ഈ ഒരു വിഷയം ബാധിക്കില്ല? തീർച്ചയായും ഏറ്റവും വലിയ രീതിയിലാണ് ആ ഭാഗത്ത് സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സംഭവം അവിടെ വന്നാൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഏറ്റവും അടുത്ത് അങ്കണവാടിക്ക് രാവിലെ കുട്ടികളുടെ അമ്മമാർ രാവിലെ ആക്കുകയും വൈകുന്നേരം കൂട്ടിക്കൊണ്ടുപോകാൻ വരികയും ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ ആ വഴി രാവിലെയും വൈകുന്നേരം വളരെ നേരം വൈകിട്ടും ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഒരു കാരണവശാലും അവിടെ ഈ ബെവ്കോയുടെ യൂണിറ്റ് വരരുത്. അതിന് സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമരമാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ശക്തമായ സമര പോരാട്ടത്തിനാണ് സമരസമിതി നേതൃത്വം നൽകുന്നത്. വരും നാളുകളിൽ ശക്തമായ സമരവുമായി ഇവർ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവർക്ക് ഈ ഒരു ഘട്ടത്തിൽ നമ്മളോട് പറയാനുള്ളത്. മഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ KT പ്രമോദിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 മഞ്ചേരി. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20-ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി,
ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.